ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം. ശ്രീമദ് ഭാഗവതം വ്യാസവിരചിതമായ മൂലഗ്രന്ഥത്തെയും തുഞ്ചത്താചാര്യനാൽ വിരചിതമായ കിളിപ്പാട്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പഠന ശ്രമമാണിത്. ഈ ഉദ്യമത്തിൽ എന്നോടൊപ്പം ചേരുന്ന എല്ലാ ഭാഗവത പ്രേമികൾക്കും ശ്രീകൃഷ്ണ ഭക്തർക്കും എന്റെ സ്വാഗതം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 12 ശ്ലോകങ്ങൾ വരെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 13ാമത് ശ്ലോകമാണ്. നൈഷാദതിദുസ്സഹാക്ഷുത്മം ത്യക്തോദമപി ബാധതേ പിബന്ധം ത്വത്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. നൈഷാ അതിദുസ്സഹാക്ഷുത്മാം ത്യക്തോദമപി ബാധതേ പിബന്ധം ത്വത്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. നയേഷ അതിദുസ്സഹ ക്ഷുത് മാം. അതിദുസ്സഹ ഒട്ടും സഹിക്കാൻ പറ്റാത്തതായ ദുസ്സഹമായ യേഷാ ക്ഷുത്ത് ഈ വിശപ്പ്. ന യേഷാ അതിദുസ്സഹ ക്ഷുത് മാം. ഇതാണ് വാക്കുകൾ. നൈഷാദ് അതിദുസ്സഹ ക്ഷുത് മാം എന്ന് നാം വായിക്കുമ്പോൾ 4-5 വാക്കുകളാണത്. ന ഏഷാ അതിദുസ്സഹ ക്ഷുത് മാം. അതിദുസ്സഹ ഒട്ടും സഹിക്കാൻ വയ്യാത്ത, ഏഷാ ക്ഷുത്ത് ഈ വിശപ്പ്, തുത്മുഖാംബോജച്യുതം. തുത്മുഖാംബോജം അങ്ങയുടെ മുഖകമലമാകുന്ന ചന്ദ്രബിംബത്തിൽ നിന്ന് ച്യുതം ഒഴുകി വരുന്ന. മുഖാംഭോജച്യുതം അങ്ങയുടെ മുഖകമലമാകുന്ന ചന്ദ്രബിംബത്തിൽ നിന്ന് ച്യുതം ഒഴുകി വരുന്ന ഹരികഥാമൃതം. ശ്രീഹരിയുടെ ചരിതമാകുന്ന അമൃതത്തെ. ഹരികഥാ അമൃതം. ശ്രീഹരിയുടെ ചരിതമാകുന്ന അമൃതത്തെ. പിബന്ധം മാം. പിബന്ധം പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മാം എന്നെ. ത്യക്തോദം അപി ജലപാനം പോലും വർജിച്ചിട്ട് കൂടി ന ബാധതേ ബാധിക്കുന്നില്ല. ത്യക്തോദം അപി ന ബാധതേ ജലപാനം പോലും വർജിച്ചിട്ടുകൂടി ബാധിക്കുന്നില്ല. ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയോട് പറയുന്നതാണിത്. അതിദുസ്സഹ യേഷാക്ഷുത്ത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഈ വിശപ്പ്. കാരണം പരീക്ഷിത് രാജാവ് പ്രായോപവേശം എന്ന അനശനം, മരണം വരെയുള്ള നിരാഹാര ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്യക്തോദമാണ്, ജലപാനം പോലുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിദുസ്സഹായേഷാക്ഷുത്ത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഈ വിശപ്പ്. ത്വത്മുഖാംഭോജച്യുതം ഹരികഥാമൃതം പിബന്ധം മാം. അങ്ങയുടെ മുഖമാകുന്ന ചന്ദ്രബിംബത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഭഗവാൻ ശ്രീഹരിയുടെ ചരിതമാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ. ത്യക്തോദം അപീന ബാധതേ ജലപാനം പോലും വർജിച്ചിട്ടുകൂടി ബാധിക്കുന്നില്ല. നേഷാ അതിദുസ്സഹ ക്ഷുത്മാം ത്യക്തോദം അഭിബാധതേ പിബന്ധം തത്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അതിദുസ്സഹ യേഷാ ക്ഷുത്ത് തത്മുഖാംഭോജ
മുഖാംഭോജച്യുതം ഹരികഥാമൃതം പിബന്ധം മാം തെക്തോദം അഭി ന ബാധത്തെ. ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഈ വിശപ്പ് അങ്ങയുടെ മുഖകമലമാകുന്ന ചന്ദ്രബിംബത്തിൽ നിന്നൊഴുകി വരുന്ന ഭഗവാൻ ശ്രീഹരിയുടെ ചരിതമാകുന്ന ആ അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ, ഭഗവാന്റെ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശപ്പും ദാഹവും എല്ലാം അതിജീവിക്കുന്നു, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയോടായി പറയുകയാണ്. ഈ 13ാമത് ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ സന്നിവേശിച്ചിരിക്കുന്നു എന്ന് നോക്കാം. മുനുവാസരം അനശനം ദീക്ഷിച്ചു കഴിയുകയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്ന തിരുവുള്ളിൽ സ്നേഹമോഹേന പരിപാലിക്ക വേണ്ടിയിലേതും താവകമുഖാംബുജത്തിങ്കൽ നിന്നുടൻ ആവിർമോദേന പൊഴിഞ്ഞേടിന ഹരികഥാസാരപീയൂഷപാനം ചെയ്തുകൊണ്ടടിയനിൽ പാരം കാക്ഷിതം പൈതാഹാദി കൊണ്ടറിഞ്ഞാലും സാദരമിന്നും കരുണാലയ കഥാമൃത സാധനം നൽകിയിടുക വേണ്ടത്. മൂന്ന് വാസരം അനശനം, 3 ദിവസമായി, 7 നാളുകൾ. 7ാം നാളിൽ തക്ഷകൻ കടിച്ച് മരിക്കുമെന്നുള്ള ശാപത്താൽ ആ മൃത്യുവിനെ അഭിമുഖീകരിക്കുവാനായി ഭഗവാന്റെ കഥകളും പുണ്യകഥകളും പുരാണങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് സത്സംഗത്തോടുകൂടി ഇരിക്കുന്ന ശ്രീ പരീക്ഷിത് രാജാവിന്റെ അടുത്തേക്ക് ആ ഗംഗാതീരത്തിലെ പ്രത്യേകം പണി കഴിച്ച ശാലയിലേക്ക് വേദവ്യാസപുത്രനായ ശ്രീ ശുക ബ്രഹ്മർഷി എത്തുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നതാണ്, 3 വാസരം അനശനം ദീക്ഷിച്ചു കഴിയുകയാൽ 3 ദിവസമായി ഞാൻ പ്രായോപവേശത്തിലാണ്. ആഹാരമൊന്നും കഴിക്കുന്നില്ല, ജലപാനം പോലുമില്ലാത്ത അത്ര കഠിനമായ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3 വാസരം അനശനം ദീക്ഷിച്ചു കഴിയുകയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്ന് തിരുവുള്ളിൽ സ്നേഹമോഹേന പരിലാളിക്ക വേണ്ടിയിലേതും. എനിക്ക് ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാവും എന്ന് സ്നേഹത്തോടുകൂടി അങ്ങ് ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ താവക മുഖാംബുജത്തിങ്കൽ നിന്നുടൻ ഉടനാവിർമോദേന പൊഴിഞ്ഞിടിന ഹരികഥാസാര പീയൂഷപാനം ചെയ്തുകൊണ്ടടിയനിൽ പാരം കാക്ഷിതം പൈതാഹാദി കൊണ്ടറിഞ്ഞാലും മുഖാംഭോജച്യുതം ഹരികഥാമൃതം പിബന്ധം. അങ്ങയുടെ മുഖകമലമാകുന്ന ചന്ദ്രബിംബത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഭഗവാൻ ശ്രീഹരിയുടെ ചരിതമാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് വിശപ്പും ദാഹവും ഒന്നും അനുഭവപ്പെടുന്നില്ല. താപകമുഖാംബുജത്തിങ്കൽ നിന്നുടനുടനാവിർമോദേന പൊഴിഞ്ഞേടിന ഹരികഥാസാര പീയൂഷപാനം ചെയ്തുകൊണ്ടടിയനിൽ പരം കാക്ഷിതം പൈതാഹാദി കൊണ്ടറിഞ്ഞാലും സാദരമിന്നും കരുണാലയ കഥാമൃത സാധനം നൽകിയിടുക വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഈ 13ാമത് ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത്, വ്യാസഭഗവാൻ പറയുന്നത്, ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഈ വിശപ്പ് അങ്ങയുടെ മുഖമാവുന്ന ചന്ദ്രബിംബത്തിൽ നിന്നൊഴുകി വരുന്ന ഭഗവാൻ ശ്രീഹരിയുടെ ചരിതമാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ ജലപാനം പോലും വർജിച്ചിട്ടുകൂടി ബാധിക്കുന്നതേയില്ല എന്ന് വ്യാസഭഗവാൻ
മൂലഗ്രന്ഥത്തിൽ പറയുമ്പോൾ ഭഗവാൻ തുഞ്ചത്താചാര്യൻ ഈ കിളിപ്പാട്ടിൽ നമുക്കായി അതിനെ നമ്മുടെ ഭാഷയിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് എത്ര മനോഹരമായി എന്ന് നോക്കാം. 3 വാസരം അനശനം ദീക്ഷിച്ചു കഴിയുകയാൽ. 3 വാസരം 3 ദിവസം അനശനം, പ്രായോപവേശം, അനശനം, അശനമില്ലാതെ ഭക്ഷിക്കാതെ അനശനം, അനശനം ദീക്ഷിച്ചു കഴിയുകയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്നു തിരുവുള്ളി സ്നേഹമോഹേന പരിലാളിക്ക വേണ്ടിയിലേതും. ശുഖബ്രഹ്മർഷിക്ക് അങ്ങനെ ഒരു സഹാനുഭൂതി ഒന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പ്രായോപവേശം എന്ന നിരാഹാരവ്രതം അനുഷ്ഠിച്ച് 3 ദിവസം ഇരിക്കുന്ന ആളാണ്. ജലപാനമില്ല, ആഹാരമില്ല, ഇരിക്കുന്നു എന്നുള്ള പരിലാളനയൊന്നും വേണ്ട എന്നോട്. എന്തുകൊണ്ടെന്നാൽ താവകമുഖാംബുജത്തിങ്കൽ നിന്നുടനുടനാവിർമോദേന പൊഴിഞ്ഞേടിന ഹരികഥാസാരപീയൂഷപാനം. ഹരികഥാസാരമാകുന്ന പീയൂഷം, അമൃതം, ഹരികഥാസാരപീയൂഷപാനം ചെയ്തുകൊണ്ട് അടിയനിൽ പാരം കാക്ഷിതം പൈതാഹാദി കൊണ്ടറിഞ്ഞാലും സാദരമിന്നും കരുണാലയ കഥാമൃത സാധനം നൽകിയിടുക വേണ്ടത്. ഇങ്ങനെ പറയുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷിയോട്. ഏഷ അതിദുസ്സഹാശുത്മാം ത്യക്തോദം അഭിബാധത്തെ പിബന്ധം ത്വത്മുഖാംബോജച്യുതം ഹരികഥാമൃതം എന്ന് പറയുമ്പോൾ ഒട്ട് സഹിക്കാൻ വയ്യാത്ത വിശപ്പ് എന്നെ കീഴടക്കുന്നു എന്ന് കരുതണ്ട. എന്തുകൊണ്ടെന്നാല് അങ്ങയുടെ മുഖകമലമാകുന്ന ചന്ദ്രബിംബത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് ജലപാനമില്ലെങ്കിലും യാതൊരു പരിഭ്രമവുമില്ല എന്ന് വ്യാസഭഗവാൻ പറയുന്നിടത്താണ് തുഞ്ചത്താചാര്യൻ താപക മുഖാംബുജത്തിങ്കൽ നിന്നുടനാവിർമോദേന ഒഴിഞ്ഞിരുന്ന ഹരികഥാസാരപീയൂഷപാനം ചെയ്തുകൊണ്ട് അടിയനിൽ പാരം കാക്ഷിതൻ പൈതാഹാദി ഇല്ല എന്നറിഞ്ഞാലും എങ്ങനെ 3 വാസരം അനശനം ദീക്ഷിച്ചു കഴിയുകയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്ന് തിരുവുള്ളിൽ സ്നേഹമോഹേന പരിലാളിക്ക വേണ്ടിയിലേതും. സജ്ജനങ്ങളെ, ഇതാണ് ഈ 13ാമത് ശ്ലോകത്തെ നാം പഠിച്ച് അതിന്റെ ഭാഷാ ആവിഷ്കാരം കിളിപ്പാട്ടിൽ എങ്ങനെ തുഞ്ചത്താചാര്യൻ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ശേഷം ഭാഗം അടുത്തതിൽ. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.